ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വിരഹത്തിൻ്റെയും കണ്ണീർ ഗാഥകൾ രചിക്കുന്ന എൻ്റെ പ്രവാസി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഭാവുകങ്ങൾ. പ്രവാസ ജീവിതം സഫലമാക്കി ആസൂത്രിതമായ തിരിച്ചുവരവ് സാധിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് ജീവിതത്തിൻ്റെ വിഷൻ അഥവാ ലക്ഷ്യം അല്ലെങ്കിൽ സ്വപ്നം നിർണയിക്കുകയാണ്. രണ്ടാമത്തെ ഘട്ടത്തെ പറ്റിയാണ് ഈ സന്ദേശം. ഇതിലെ കഥ സ്വാനുഭവത്തിൻ്റെ കൂടെ ഭാവന ചേർത്തതാണ്. വിരസമായേക്കാവുന്ന വിഷയം ഭിന്നതലത്തിലുള്ളവർക്ക് സുഗ്രാഹ്യമാകാൻ വേണ്ടി. പ്രവാസം വിടേണ്ട തീയതി തീരുമാനിക്കാൻ ഒരു സുഹൃത്തിനെ ഞാൻ സഹായിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ജീവിതത്തിൻ്റെ വിഷൻ നിർണയിച്ചതിന് ശേഷം പ്ലാനിങ്ങിന് മുമ്പ് വേണ്ടത് നാം എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കുകയാണ്. നിൽക്കുന്നത് തറയിൽ. സുഹൃത്തിൻ്റെ കുസൃതി. ഞാൻ വിട്ടില്ല. സാറേ, തൻ്റെ കുതിരക്കാൽ എവിടെ വെച്ചിരിക്കുന്നു എന്നല്ല, സാമ്പത്തികമായി താൻ എവിടെ നിൽക്കുന്നു എന്ന് നോക്കണം എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങളുടെ നെറ്റ് വർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. നട്ട് വറുത്തതോ? വീണ്ടും തമാശ. നട്ടോ പിസ്തയോ വറുത്തതല്ല, നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ ആസ്തിയിൽ നിന്ന് ബാധ്യത കിഴിച്ചാൽ കിട്ടുന്ന ഫലം. അതെങ്ങനെയാണ് ചെയ്യുക? അയാൾക്ക് ജിജ്ഞാസയായി. ഒരു കോളത്തിൽ ബാധ്യതകൾ അഥവാ ലയബിലിറ്റീസ് എഴുതുക, മറ്റേ കോളത്തിൽ ആസ്തികൾ എന്തൊക്കെ എന്ന് എഴുതുക, അതായത് അസറ്റ്സ്. ആസ്തി ബാധ്യതയേക്കാൾ കൂടുതലാണെങ്കിൽ വിഷമിക്കാനില്ല, റിലാക്സ്. ഇനി ബാധ്യതയാണ് കൂടുതലെങ്കിലോ ഉടനെ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ അടിയന്തരാവസ്ഥ സ്വയം പ്രഖ്യാപിക്കുക. ചെലവുകൾ വളരെ ചുരുക്കുക, വരുമാനം വർദ്ധിപ്പിക്കുവാൻ അത്യധ്വാനം ചെയ്യുക, ഗൗരവത്തിൽ തന്നെ ബാധ്യതകൾ വേഗം തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നെറ്റ്വർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുവാൻ സുഹൃത്തിൻ്റെ ബാധ്യതകൾ ഞാൻ എഴുതി തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് വീട് നിർമ്മാണത്തിന് വേണ്ടി എടുത്ത വലിയ ബാങ്ക് ലോണിൻ്റെ ചെറിയ ബാലൻസ് ഇപ്പോൾ ഉണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡ് ബാലൻസ്, അനുജനോട് കടം വാങ്ങിയത് തിരിച്ചു നൽകാനുള്ളത്, ചില ബില്ലുകൾ പേ ചെയ്യാനുള്ളത്, നാട്ടിൽ സ്വന്തം ഉടമസ്ഥതയിലുള്ള വാടക കെട്ടിടത്തിൻ്റെ ഡിപ്പോസിറ്റ്, അങ്ങനെ എല്ലാം എഴുതി ആകെ ബാധ്യതകൾ എത്ര എന്ന് കണക്കാക്കി. തുടർന്ന് ആസ്തികൾ എഴുതാൻ തുടങ്ങി. കയ്യിലും ബാങ്കിലുമായുള്ള ക്യാഷ് ബാലൻസ്, ഷെയറിലും മറ്റുമുള്ള നിക്ഷേപങ്ങൾ എന്നിവ ചേർത്തതിന് ശേഷം വീട്ടിനും പറമ്പിനും കൂടി എന്ത് മാർക്കറ്റ് വില വരുമെന്ന് ഞാൻ ചോദിച്ചു. അത് കേട്ടതും സുഹൃത്തിൻ്റെ ഭാവം മാറി. താമസിക്കുന്ന വീടും പറമ്പും എങ്ങനെയാണ് അസറ്റ് ആവുക എന്ന് അയാൾ ചോദിച്ചു. അത് വേണ്ട, ബാക്കിയുള്ളതൊക്കെ എഴുതിയാൽ മതി. അയാൾ പേന പിടിച്ച് വാങ്ങാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട സുഹൃത്തെ, ഇവിടെ എഴുതിയെന്ന് വെച്ച് ആരും അത് കൊണ്ടുപോകില്ല. എൻ്റെ പൊന്നു പ്രവാസി, വീടും പറമ്പും വിറ്റാൽ വില കിട്ടില്ലേ? വിൽക്കേണ്ടി വരാതിരിക്കട്ടെ, എന്നാലും അത് അസറ്റായിട്ട് തന്നെ കണക്കാക്കണം. ഗൾഫിലെ സമ്പാദ്യത്തിൻ്റെ വലിയ ഭാഗം അതിലാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. അതൊഴിവാക്കിയാൽ യഥാർത്ഥ നെറ്റ് വർത്ത് മനസ്സിലാവില്ല. ഈ വാശി കൊണ്ടാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പല സമ്പന്നരും ദരിദ്രരെ പോലെ ജീവിക്കേണ്ടി വരുന്നത്. സുഹൃത്ത് മനമില്ല മനസ്സോടെ സമ്മതിച്ചു. വീട്ടിൻ്റെയും പറമ്പിൻ്റെയും വിറ്റാൽ കിട്ടാവുന്ന വില എഴുതി, തുടർന്ന് നാട്ടിലുള്ള മറ്റൊരു സ്ഥലം, വാടക കെട്ടിടം എന്നിവയ്ക്ക് ഇപ്പോൾ വിറ്റാൽ കിട്ടാവുന്ന വില, ജോലിയിൽ നിന്ന് പിരിഞ്ഞാൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ, മുൻകൂറായി നൽകിയ ഫ്ലാറ്റ് വാടക, ഡിപ്പോസിറ്റ് എന്നിവ എഴുതി. വായ്പ കൊടുത്ത് തിരിച്ചു കിട്ടാനുള്ളത് അസറ്റാണല്ലോ, അത് എത്രയുണ്ടെന്ന് ഞാൻ ചോദിച്ചു. മറുപടി, അവയിലധികവും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. കടം കിട്ടിക്കഴിഞ്ഞാൽ അധിക പേരും ഒന്നുകിൽ മുങ്ങും, അഥവാ കണ്ണിൽ പെട്ടുപോയാൽ പറയും, വളരെ കഷ്ടത്തിലാണ്, പറ്റുമെങ്കിൽ എന്നെ പിഴിഞ്ഞെടുത്തോ, അല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല എന്ന്. പിഴിഞ്ഞാൽ കാശ് കിട്ടില്ലെന്ന് തീർച്ചയാണല്ലോ. അതുകൊണ്ട് സാരമില്ല എന്ന് വിചാരിച്ചാൽ തന്നെ ചിലപ്പോൾ അവർ പറയും, കുറച്ചുകൂടി കടം താ, എല്ലാം ഒന്നിച്ചു തിരിച്ചു തരാമെന്ന്. ഇത് കേട്ടപ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വന്നു. കിട്ടാക്കടമെന്ന് കരുതിയ 2 ലക്ഷം രൂപ പിരിക്കുവാൻ ഒരാൾ ഗുണ്ടയെ ഏൽപ്പിച്ചു. കിട്ടിയാൽ പകുതി എനിക്ക്, പകുതി നിനക്ക്. ഡീൽ ഉറപ്പിച്ചു. ഏറെ കഴിഞ്ഞാണ് ഗുണ്ടയെ വീണ്ടും കാണുന്നത്. കാശ് കിട്ടിയോ എന്ന ചോദ്യത്തിന് ഗുണ്ട പറഞ്ഞ മറുപടി, നിന്റെ ആൾ ഭയങ്കര സാധനം തന്നെ. എൻ്റെ 1 ലക്ഷം കിട്ടാൻ ഞാൻ എത്ര പാടുപെട്ടെന്നോ. ഇനി ബാക്കി നിന്റെ ഓഹരിയായ 1 ലക്ഷം എന്നെക്കൊണ്ട് പിരിക്കാൻ പറ്റില്ല, നീ മറ്റാരെങ്കിലും ഏൽപ്പിച്ചോ എന്ന് പറഞ്ഞു. ഇതാണ് ബാഡ് ഡെറ്റ്സ്, കിട്ടാൻ സാധ്യതയില്ലാത്ത എഴുതിത്തള്ളേണ്ട കടം. ഇത് അസറ്റ്സിൽ ചേർക്കാൻ പാടില്ല. അങ്ങനെ അസറ്റ്സ് കൂട്ടി നോക്കി ടോട്ടൽ അസറ്റ്സിൽ നിന്ന് ടോട്ടൽ ലയബിലിറ്റീസ് കുറച്ചു. അതാണ് നെറ്റ് വർത്ത്. നെറ്റ് വർത്തിൻ്റെ സംഖ്യ കണ്ട് സുഹൃത്ത് ഞെട്ടി. അത്രയും വലുതായിരുന്നു സംഖ്യ. ഇതുവരെ ഇങ്ങനെ ഒരു പരിശോധന നടത്താഞ്ഞതിൽ അയാൾ ഖേദിച്ചു. നാട്ടിൽ സ്ഥിരതാമസമാക്കി സന്തോഷകരമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സുവർണഘട്ടം വിദൂരമല്ല എന്ന പ്രതീക്ഷ കാരണം അയാളുടെ മനസ്സിൽ പാൽപായസത്തിൻ്റെ ഉറവ് പൊട്ടി. ഞാൻ പറഞ്ഞു, ഇനി അടുത്ത ഘട്ടം പ്ലാനിങ് ആണ്. ഇപ്പോൾ ഇത്ര മതി. എല്ലാ പ്രവാസികൾക്കും സർവ്വ സൗഭാഗ്യങ്ങളും ആശംസിക്കുന്നു. നന്ദി.